അമിതഭാരം ഗർഭധാരണത്തിന് തടസ്സമാകുന്നവർക്ക് ഉപകാരപ്രദമായ സുഗന്ധവ്യഞ്ജനമേത്? ജാതിക്ക, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പൂ. ഉത്തരം കറുവപ്പട്ട. അമിതഭാരം കാരണം ഗർഭധാരണം തടസ്സമാകുന്നവർക്ക് കറുവപ്പട്ട ഉപയോഗിച്ചുള്ള വെള്ളം കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാനും ഗർഭധാരണം നടക്കാനും ഫലപ്രദമാണ്. ഏതു പഴത്തിന് സമീപം സൂക്ഷിച്ചാലാണ് മറ്റു പഴങ്ങൾ പെട്ടെന്ന് പാകമാകുന്നത്? മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, കൈതച്ചക്ക. ഉത്തരം വാഴപ്പഴം. പഴങ്ങൾ പാകമാകുന്നതിന് എഥിലീൻ കാരണമാകുന്നു. ധാരാളം എഥിലീൻ അടങ്ങിയിട്ടുള്ള ഒരു പഴത്തിൻ്റെ ഉദാഹരണമാണ് വാഴപ്പഴം. അതുകൊണ്ടാണ് വാഴപ്പഴത്തിന് സമീപം മറ്റ് പഴങ്ങൾ സൂക്ഷിക്കുന്നത് അവ വേഗത്തിൽ പാകമാകാൻ ഇടയാക്കുന്നത്. പ്രമേഹ രോഗികൾ കഴിക്കാനേ പാടില്ലാത്ത പഴം ഏത്? തണ്ണിമത്തൻ, ലിച്ചി, ഡ്രാഗൺ പഴം, റംബുട്ടാൻ. ഉത്തരം തണ്ണിമത്തൻ. രക്തത്തിലെ പഞ്ചസാര നില വർദ്ധിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ തണ്ണിമത്തൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആവശ്യമെങ്കിൽ ഇളം പച്ചനിറത്തിലുള്ള മാംസളമായ ഭാഗവും ചേർത്ത് മിതമായ അളവിൽ കഴിക്കാം. ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിക്കേണ്ട മത്സ്യം ഏത്? അയില, നെയ്മീൻ, സാൽമൺ, ചെമ്മീൻ. ഉത്തരം സാൽമൺ. സാൽമൺ ഫിഷിലെ ഒമേഗ 3 ഫാറ്റി ആസിഡാണ് LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് സാൽമൺ മത്സ്യം. 2 കണ്ണുകളും ചിമ്മാൻ കഴിയുന്ന ഒരേ ഒരു മത്സ്യം ഏത്? സ്രാവ്, തിമിംഗലം, ഡോൾഫിൻ, ചൂര. ഉത്തരം സ്രാവ്. 2 കണ്ണുകൾ കൊണ്ട് ചിമ്മാൻ കഴിയുന്ന ഒരേ ഒരു മത്സ്യമാണ് സ്രാവ്. ദിവസം 2 കപ്പിൽ കൂടുതൽ കുടിച്ചാൽ ശരീരത്തിന് ദോഷം ചെയ്യുന്ന പാനീയം ഏത്? ചായ, മിനറൽ വാട്ടർ, സംഭാരം, ജീരകവെള്ളം. ഉത്തരം ചായ. ഒരു ദിവസം 1 മുതൽ 2 കപ്പ് വരെ ചായ കുടിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. അമിതമായ അളവിൽ ചായ കുടിക്കുന്നത് ശരീരത്തിന് നിർജ്ജലീകരണം എന്ന പ്രശ്നത്തിലേക്ക് നയിക്കും. ശരീരകോശങ്ങളിൽ നിന്ന് ജലത്തെ പുറന്തള്ളുന്നതിന് ചായ അധികമായി കുടിക്കുന്നത് കാരണമാകും. ടാറ്റു ചെയ്താൽ എത്ര നാളത്തേക്ക് രക്തം ദാനം ചെയ്യാൻ പാടില്ല? 3 മാസം, 6 മാസം, 12 മാസം, 18 മാസം. ഉത്തരം 6 മാസം. ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും രക്തം ദാനം ചെയ്യുന്നതിന് നിങ്ങൾ വൈകിപ്പിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ നിങ്ങൾക്ക് രക്തം ദാനം ചെയ്യുന്നതിന് അർഹതയില്ല. ഇന്ത്യയിലെ ആദ്യത്തെ റോഡപകടം നടന്നത് എവിടെ? ആഗ്ര, ആലപ്പുഴ, കോട്ടയം, പൂനെ. ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ വാഹന അപകടം ഉണ്ടായത് 1914 കേരളത്തിൽ ആലപ്പുഴയിലാണ്. കേരളവർമ്മ വലിയകോയിത്തമ്പുരാനും ആ ദാരുണ സംഭവത്തിൽ മരിച്ചു. തെരുവ് നായകൾ മോട്ടോർ വാഹനത്തിന് മുന്നിൽ ചാടിയതാണ് കാരണം. പുറകിലേക്ക് സഞ്ചരിച്ചാൽ മരണം സംഭവിക്കുന്ന മത്സ്യം ഏത്? അയില, പവർ ഫിഷ്, കരിമീൻ, സ്രാവ്. ഉത്തരം സ്രാവ്. പിന്നിലേക്ക് നീന്താനുള്ള സ്രാവിൻ്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന് അതിൻ്റെ പെക്ടറൽ ഫിനുകളുടെ ദിശ മാറാനുള്ള കഴിവില്ലായ്മയാണ്. കൂടാതെ നീന്തൽ മൂത്രസഞ്ചികളുടെ അഭാവവും. സ്രാവിനെ പിന്നിലേക്ക് വലിച്ചാൽ അത് മരിച്ചു പോകും. വീടിന് സമീപം ഏത് പക്ഷി ചത്തുകിടന്നാലാണ് ദുർനിമിത്തമായി കാണുന്നത്? കാക്ക, മൈന, ഉപ്പൻ, പൊന്മാൻ. ഉത്തരം ഉപ്പൻ. വീടിൻ്റെ മുറ്റത്തോ പരിസര പ്രദേശത്തോ ഉപ്പൻ ചത്തുകിടക്കുന്നത് നിമിത്തശാസ്ത്രപ്രകാരം ദോഷമാണെന്ന് കണക്കാക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.